ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തന്റെ സ്വരൂപത്തിൽ ആദാമിനെ സൃഷ്ടിച്ച ദൈവം ഉൽപ്പത്തി 1:28 ആദാമിനെ ദൈവം അനുഗ്രഹിച്ചു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അന്ന് മുതൽ എന്നും, ആമേൻ, അന്ന് മുതൽ എന്നും സ്വർഗമിട്ട് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് തന്റെ മക്കളോട് കൂട്ടായ്മ ആചരിക്കുന്ന നല്ല ദൈവം. കൂട്ടായ്മ ആഴ്ചയ്ക്കൊരു കൂട്ടായ്മയല്ല, കൂട്ടായ്മ മാസത്തിനൊരു കൂട്ടായ്മയല്ല. പുതിയ നിയമഭാഗം അപ്പോസ്തലർ 2-ാം അധ്യായം ആദിമ നൂറ്റാണ്ട് സഭയിലെ വിശ്വാസികൾ ദിവസം പ്രതി സഭയിൽ ഒന്ന് കൂട്ടായ്മ ആചരിച്ച്, അതേപോലെ ആദാമിനെ ഉണ്ടാക്കിയ ദൈവം തന്റെ പൈതലിനോട് കൂട്ടായ്മ ആചരിപ്പാൻ എന്നും ഏദൻ തോട്ടത്തിൽ വരും. എപ്പോൾ? വാട്ട് ഈസ് ദ ചോയ്സസ്റ്റ് ടൈം ഓഫ് ഗാഡ്? ദൈവം തന്റെ ജനത്തോട് കൂട്ടായ്മ കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന സമയം ഏതാണ്? എപ്പോഴാണ് കർത്താവ് ആദാമിനോട് സംസാരിക്കുവാൻ ഏദൻ തോട്ടത്തിൽ വന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. വെയിൽ ആറിയപ്പോൾ. ആമേൻ. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഇൻ മലയാളം. വെയിൽ ആറിയപ്പോൾ എന്ന് പലർ വ്യാഖ്യാനിക്കും. വൈകുന്നേരമാണ് വെയിലാറുന്നത്. അല്ല, ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷൻ രേഖപ്പെടുത്തുന്നു, God came down in the cool of the day. Amen. God came down to talk to his friend Adam in the cool of the day. ഉൽപ്പത്തി 3:8 പകലിൽ കുളിർച്ചയാണ് വേള. ഒരു ദിവസത്തിന്റെ തണുത്ത അന്തരീക്ഷം. വൈകുന്നേരമല്ല, വെയിലാറിയ സമയമല്ല, തണുത്ത അന്തരീക്ഷം അതിരാവിലെയുള്ള സമയമാണ്. ആമേൻ. എന്റെ ദൈവം തന്റെ ദാസനോട് സംസാരിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ തിരഞ്ഞെടുത്ത സമയം അതിരാവിലെ, തണുത്ത അന്തരീക്ഷം, വെയിലാറിയപ്പോൾ, the cool of the day. ആകയാൽ ദൈവസന്നിധിയിൽ രാവിലെ, നന്നാരാവിലെ, അതിരാവിലെ ദൈവപൈതലേ, നീ എഴുന്നേറ്റ് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിന്നെയും നിന്റെ തലമുറയും നീ തൊടുന്ന കാര്യങ്ങളെയും നീ ചവിട്ടുന്ന ദേശത്തെയും നീ കാൽ പതിക്കുന്ന ഭവനത്തെയും നീ ചെയ്യുന്ന ജോലിയെയും അനുഗ്രഹിക്കുവാൻ നല്ല ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ചിലർ അതിരാവിലെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കാത്തിരിക്കാറുണ്ട്. ചിലർ അതിരാവിലെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ചാറ്റിംഗ് നടത്താറുണ്ട്. നിന്റെ നാശത്തിലേക്ക് പോകുന്ന ചാറ്റിംഗ് ആണത്. ചിലർ അതിരാവിലെ പത്രം വരും എന്ന് കാത്തിരിക്കാറുണ്ട്. പത്രം വരുന്നത് അന്തിക്രിസ്തുവിന്റെ സ്പിരിറ്റും കൊണ്ടാണ് എന്ന് നീ മനസ്സിലാക്കണം. ചിലർ അതിരാവിലെ പാലിനായി കാത്തിരിക്കാറുണ്ട്. ചില വ്യക്തികൾക്കായി കാത്തിരിക്കാറുണ്ട്. ദൈവഭക്തൻ ദാവീദ് എഴുതുന്നു, ഞാൻ എന്റെ ദൈവത്തിനായി കാത്തിരിക്കും. അതിരാവിലെ ഞാൻ ദൈവത്തിനായി കാത്തിരുന്നാൽ എന്റെ പ്രാർത്ഥന അവൻ കേൾക്കും. സങ്കീർത്തനം 90:14 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കാലത്തു തന്നെ ഞങ്ങള് ദൈവമേ അങ്ങയുടെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. ആമേ. കാലത്ത് തന്നെ, അതിരാവിലെ തന്നെ അങ്ങയുടെ ദയ കൊണ്ട് ദൈവമേ എന്നെ തൃപ്തരാക്കണമേ. ആബ്രഹാം കാത്തിരുന്നു. അതിരാവിലെ ഉണർന്ന് കാത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 19:27 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 19:14 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 22:3 പ്രകാരം
ആബ്രഹാം അതിരായി ഉണർന്ന് ദൈവത്തിനായി കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ പേരക്കിടാവ് യാക്കോബ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 28:18 അതിരാവിലെ ഉണർന്ന് ദൈവത്തിനായി കാത്തിരുന്നു. പ്രവാചകൻ മോശെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 34:4 ദൈവത്തിനായി അതിരാവിലെ ഉണർന്ന് കാത്തിരുന്ന്. നീയും ദൈവ പൈതലേ അതിരാവിലെ ഉണർന്ന് ദൈവസന്നിധിയിൽ നീ കാത്തിരുന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയക്കുക തന്നെ ചെയ്യും. രാവിലെ എന്റെ ഭവനത്തിന്റെ മുകളിൽ ഒരു കൂടാരം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. എന്റെ വീട്ടിന്റെ ഇടതുഭാഗത്ത് എന്റെ മോനേക്കാൾ വയസ്സ് കുറഞ്ഞ ഒരു വാവ ഉണ്ട്. എന്റെ വീട്ടിന്റെ വലതുഭാഗത്ത് എന്റെ മോനേക്കാൾ വയസ്സിൽ കൂടിയ ഒരു വാവ ഉണ്ട്. എന്റെ വീട്ടിൽ 1.5 വയസ്സായ എന്റെ അഭിഷേക് സുന്ദർ സിംഗും ഉണ്ട്. ഈ 3 കുഞ്ഞുങ്ങളും കരയും. പക്ഷെ എന്റെ മോന്റെ സൗണ്ട് എനിക്കറിയാം. കരയുന്നത് ആ വാവയാണോ, കരയുന്നത് മറ്റ വാവയാണോ, കരയുന്നത് എന്റെ മോനാണോ എന്ന് അപ്പന് അറിയാം. ദൈവത്തിന്റെ സ്വന്തം പൈതൽ അതിരാവിലെ എഴുന്നേറ്റ് നിലവിളിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ സ്വഭാവം, ദാവീദിന്റെ ശീലം, സങ്കീർത്തനം 55:17 പ്രകാരം അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്ന് സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ദാവീദ്. മനസ്സിലായവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 55:17 നമ്മ പഠിപ്പിക്കുന്ന ദാവീദ് രാജ അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്ന് സങ്കടം ബോധിപ്പിച്ച് കരയുന്നാൾ. ഒരു നാൾ രാവിലെ എഴുന്നേൽക്കുവാൻ മറന്ന്. ആമേൻ. 2 ശമൂവേൽ 11 വചനത്തിൽ ഉണർന്നത് വൈകുന്നേരമാണ്. രാവിലെ എഴുന്നേറ്റ് അപ്പാ ദൈവമേ എന്ന് കരയുന്ന ദാവീദ് അന്ന് ഉണർന്നത് വൈകുന്നേരമാണ്. സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഒരു ഭക്തന്റെ ജീവിതത്തിലും കടന്നു വരാൻ പാടില്ലാത്ത വലിയ ട്രാജഡി ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന്. ആകയാൽ പ്രിയമുള്ളവരെ, രാവിലെ എഴുന്നേറ്റിരുന്ന് യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നത് എല്ലാവർക്കും നല്ലത്. ആമേൻ. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നോ വന്നു നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ ഹല്ലൽ തീർക്ക എന്നോ വന്ന് ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടത്തോട് തുല്യമില്ല മോദത്തോട് വീണകളേണ്ടി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് എന്റെ ഇടതുഭാഗത്തിൽ വളരെ മുമ്പിൽ വയറ്റിനകത്ത് കട്ടിയുമായി നിലവിളിക്കുന്ന ഒരു സഹോദരിയെ യേശു തൊടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന കട്ടി ഇപ്പോൾ ഇടിഞ്ഞിറങ്ങിപ്പോകുന്നു. എന്റെ വലതുഭാഗത്തിൽ
വളരെ പുറകെ നിങ്ങളുടെ ഏക മകന്റെ ഭാവി ജീവിതം എന്തോ ദുഷ്ടശക്തി തടസ്സപ്പെടുത്തുന്നത് പോൽ ജോലിയും വിവാഹവും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇറങ്ങുന്നു. നിന്റെ ഏക മകന്റെ ഭാവി ജീവിതത്തെ അന്ധകാര ചങ്ങല, യേശുവിന്റെ കരം തൊട്ട് അന്ധകാര ചങ്ങല ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നേ, അഴിഞ്ഞു വീഴുന്നേ. തീ ഇറങ്ങുന്നിടാ, തീ ഇറങ്ങുന്നിടാ, തീ ഇറങ്ങുന്നിടാ. കിഡ്നി തകർന്നു പോയ ഒരു പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. 2 ഡോക്ടർമാരെ മാറി മാറി ചികിത്സിക്കുന്ന പിതാവിന്റെ ജീവിതം മരണചങ്ങലയിലാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊടുന്ന് മരണചങ്ങല പൊട്ടുന്നതാ. കർത്താവ് തൊടുന്ന് പുതിയ കിഡ്നി, പുതിയ കിഡ്നി, പുതിയ കിഡ്നി യേശു വച്ചു പിടിപ്പിക്കുന്നു. നന്ദി, നന്ദി. ഭാവിയെ കുറിച്ച് അന്ധകാര ആശങ്കയോട് എത്തിയിരിക്കുന്ന അനേക യുവതീവാക്കളിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ ശക്തി എന്നുള്ള കൊടുങ്കാറ്റ് ഇപ്പോൾ ഇറങ്ങുന്നു, തൊടുന്നു, ഇറങ്ങുന്നു, തൊടുന്നു, ഇറങ്ങുന്നു, തൊടുന്നു. ആമേൻ. ഒരു ഭവനത്തിൽ ഭാഗികമായി രക്ഷിക്കപ്പെട്ട ചില വ്യക്തികൾ, മറ്റവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മറ്റവർ ദൈവസന്നിധിയിൽ വരുന്നില്ല. അങ്ങനെ മുഴുഭാരവും ചുമന്ന് വന്ന അനേകര് കർത്താവിന്റെ അത്ഭുതകരം ഇപ്പോൾ തൊടുന്നു. സാത്താൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു. സദൃശവാക്യം 20-ാം അധ്യായം 22-ാം വചനം ശ്രദ്ധിക്കാം. Proverbs chapter 20 verse 22. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. Amen. Wait for God and you will be saved. ദൈവത്തിനായി ദൈവപൈതലേ നീ കാത്തിരിക്കുക, എന്നാൽ ദൈവം നിന്നെ രക്ഷിക്കും. ആമേൻ. ദൈവത്തിനായി നീ കാത്തിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിനായി നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിന്നെ അനുഗ്രഹിക്കും. അടുത്ത് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിനായി നീ കാത്തിരുന്നാൽ ദൈവം നിന്നെ രക്ഷിക്കും, നിശ്ചയമാണ്. എന്താണ് ഈ രക്ഷ? ലൂക്കോസ് 17-ാം അധ്യായം 12-ാം വചനം മുതൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കുഷ്ഠരോഗികൾ 10 പേർ ശപിക്കനായകൻ യേശുവിന്റെ മുമ്പിൽ വന്ന് നിലവിളിച്ച്, യേശു നായക, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. ദൈവം മനസ്സലിഞ്ഞ് ജീവകാലം മുഴുവൻ പാളയത്തിന്റെ പുറത്തെ, ഞാൻ കുഷ്ഠരോഗിയാണ്, ഞാൻ അശുദ്ധനാണ്, ആരും എന്റെ അടുത്ത് വരരുത് എന്ന് തലമൂടാതെ വാ മൂടിയിരിക്കണം. സ്വന്തം ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ വന്നാൽ പോലും അടുത്ത് വരരുത്, ഞാൻ കുഷ്ഠരോഗിയാണ് എന്ന് നിലവിളിച്ച് നിലവിളിച്ച് അവിടെ കിടന്ന് മരിക്കുവാൻ നിയമിക്കപ്പെട്ട 10 പേർ. 10 പേരിൽ 9 യഹൂദന്മാർ, ഒരു സമാരിയക്കാരൻ. ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. യേശു പ്രാർത്ഥിച്ചില്ല, യേശു വചനമയച്ചില്ല. ജീസസ് ക്രൈസ്റ്റ് ജസ്റ്റ് ടോക്ക് ടു ദം. സംസാരിച്ച് ചിലരുടെ വിഷയം പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്നെ അവരെ കർത്താവ് സൗഖ്യമാക്കാറുണ്ട്. ആമേൻ. അവിടെ വിഷയം ഹൃദയം തുറന്ന് ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ തന്നെ മദ്യപാനം മാറാറുണ്ട്, ക്യാൻസർ മാറാറുണ്ട്, ബന്ധന കയറുകൾ അളിഞ്ഞു വീഴാറുണ്ട്. യേശു പ്രാർത്ഥിച്ചില്ല. മൈ സേവിയർ ജീസസ് ക്രൈസ്റ്റ് ജസ്റ്റ് ടോക്ക് ടു ദം. പോകുന്ന വഴിയിൽ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ജസ്റ്റ് ചെക്കപ്പ് യുവർ സെൽഫ്. പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ശോധന ചെയ്യുക, അത്രയേ പറഞ്ഞുള്ളൂ. ഇത് കേട്ടിട്ട് 10 കുഷ്ഠരോഗികളും ഒരു സ്റ്റെപ്പ് എടുത്തു വച്ചതേ ഉള്ളൂ.
കുഷ്ഠം മാറി എന്റെ ദൈവം കുഷ്ഠം സൗഖ്യമാക്കി. മടങ്ങി വന്നത് ഒരേ ഒരുത്തൻ. 9 പേരും തീർന്നു. മടങ്ങി വന്നത് ഒരേ ഒരുത്തൻ, നന്ദി ഉള്ളവൻ ഒരേ ഒരുത്തൻ. അവനോട്, അന്യജാതിക്കാരനായ സമര്യക്കാരനായ അവനോട് എന്റെ ദൈവം അരുളി ചെയ്യുന്ന, where are the other 9? മറ്റ 9 പേർ എവിടെ? ഞാൻ 10 പേർക്ക് സൗഖ്യം നൽകിയില്ലയോ? നീ മാത്രമാണോ മടങ്ങി വന്നത്? അവനോട് കർത്താവ് അരുളി ചെയ്യും, മകനെ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റ 9 പേർക്ക് കിട്ടാത്ത രക്ഷ കിട്ടിയത് മടങ്ങി വന്ന് നന്ദി പറഞ്ഞ അന്യജാതിക്കാരൻ സമര്യക്കാരനും മാത്രം. കൈകളെ ഉയർത്തുമോ? അതാണ് രക്ഷ. മറ്റ് 9 പേർക്ക് കിട്ടിയത് രോഗസൗഖ്യം. മടങ്ങി വന്ന് നന്ദി പറഞ്ഞവന് ദൈവം നൽകിയത് രോഗസൗഖ്യവും പ്ലസ് രക്ഷയും കൂടെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, രക്ഷ ശ്രദ്ധിച്ച് കേൾക്കണം. രക്ഷ എന്താണ്? രക്ഷ പലർ പറയും, ഓ അവൻ രക്ഷപ്പെട്ടപ്പ, അവൾ രക്ഷപ്പെട്ട്, എന്ത് IAS കിട്ടി? പേ പിടിച്ചവന് IAS കിട്ടിയാൽ എന്ത് പ്രയോജനം? പേ പിടിച്ച സ്ത്രീക്ക് IAS കിട്ടിയാൽ എന്ത് പ്രയോജനം? പലർ പറയും, അവന് ബാങ്കിൽ ജോലി കിട്ടി, അവൻ അതോട് രക്ഷപ്പെട്ടു. നീ പേ പിടിച്ചിരിക്കുന്നവനാണ്, നീ കുമ്പിടുന്നത് ഒറിജിനൽ പേ ആണ്. What use of your IAS? What use of your job? അവന് ലോട്ടറി കിട്ടി, അവൻ രക്ഷപ്പെട്ട് 20 ലക്ഷം ലോട്ടറി കിട്ടി. രാത്രിയും പകലും വെള്ളമാണ്, കള്ളാണ്. അവന് കിട്ടി എന്ത് പ്രയോജനം? ഇത് അല്ല രക്ഷ. IAS അല്ല രക്ഷ, ബാങ്ക് ജോലി അല്ല രക്ഷ, സെക്രട്ടറി അണ്ടർ സെക്രട്ടറി അല്ല രക്ഷ, മന്ത്രി പദം അല്ല അടോ രക്ഷ. രക്ഷ ദാവീദ് രാജാവ് എഴുതുന്ന സങ്കീർത്തനം 27:1 ദൈവമാണ് എന്റെ രക്ഷ. പ്രവാചകൻ ഐസയ എഴുതുന്ന ഐസയ 12:2 ദൈവമാണ് എന്റെ രക്ഷ. വാ തുറന്ന് പറഞ്ഞുകൂടെ? എന്തിന് നീ പിശുക്ക് കാണിക്കുന്നു? 2 കൈകളും ഉയർത്തി, ശബ്ദം ഉയർത്തി കേട്ടുകൊള്ളുക ലോകമേ. വാ തുറക്കുക. കേട്ടുകൊള്ളുക ലോകമേ. വാ തുറന്ന് പറയുക, കേട്ടുകൊള്ളുക ലോകമേ, കേട്ടുകൊള്ളുക ലോകമേ. യേശപ്പനാണ് എന്റെ രക്ഷ. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ഉയർത്തി കരങ്ങൾ തട്ടി വാ തുറക്കുക, വാ തുറക്കുക. യേശു അപ്പനാണ്, യേശു അപ്പനാണ് എന്റെ രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ രക്ഷിതാവേ നിൻ വരവ് കാട്ടു ഞാൻ ഈ ദുഷ്ടലോക എത്ര ഏൽക്കണോ. രക്ഷിതാവേ നിൻ വരവ് കാട്ടു ഞാൻ ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണോ. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോ. നിന്നെ ശാലത വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും നാളും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ,
രക്ഷ മോചനമാണ്. ആമേൻ. റിഡംഷൻ, ലിബർട്ടി, ഡെലിവറൻസ്, എന്തോ ഒന്നിൽ നിന്ന് രക്ഷ എന്ന് പറയുന്ന അനുഭവം ദൈവത്തിലായിത്തീരുക, യേശുവിലായിത്തീരുക. പേയിലായിരുന്നത്, സാത്താനിലായിരുന്നത്, സർപ്പത്തിലായിരുന്നത്, ലോക ജഡത്തിന്റെ അടിമത്തത്തിലിരുന്നത് ഇന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് പിതാവിന്റെ വലതുഭാഗത്തിൽ ഇന്ന് ഇരുന്ന് നാളെ സകലത്തിന്റെയും ന്യായാധിപതിയായി വരുവാൻ പോകുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തിന് നിർമ്മിതാവായ, സദാ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ലോകമേ ആയിത്തീരുക. അതിന്റെ പേരാണ് രക്ഷ. ആമേൻ. ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 ദൈവത്തെ അറിയാതിരുന്ന നാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവത്തെ അറിഞ്ഞ്, ആർ റിയൽ ദൈവമെന്ന് നാം അറിഞ്ഞ് നാം വിശ്വസ്തരായി ജീവിച്ചപ്പോൾ ഗലാത്യർ 4:9 നമ്മെ പഠിപ്പിക്കുന്ന നാം ദൈവത്താൽ അറിയപ്പെട്ടവരായി. അതാണ് രക്ഷ. ഗലാത്യർ 4:19 നമ്മെ പഠിപ്പിക്കുന്ന Paul says, I labor in pain until, O Galatians, Christ is formed in you. ക്രിസ്തു നിങ്ങൾ ഉരുവാകുക. അതാണ് രക്ഷ. രക്ഷ മോചനമാണ്. മത്തായി 1:21 പാപത്തിൽ നിന്ന് മോചനം. രക്ഷ മോചനമാണ്. റോമർ 5:9 ദൈവക്രോധത്തിൽ നിന്ന് മോചനം. രക്ഷ മോചനമാണ്. 2 തിമോത്തിയോസ് 2:26 സാത്താന്റെ ചങ്ങലയിൽ നിന്ന് മോചനം. രക്ഷ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മോചനമാണ്. എബ്രായർ 5:7 പ്രകാരം ആത്മീയ മരണത്തിൽ നിന്ന് ലഭിക്കുന്ന മോചനം. രക്ഷ മോചനമാണ്. യൂദാ ലേഖനം 23-ാം വചനത്തിൻ പ്രകാരം നിത്യ അഗ്നി അഥവാ നരകത്തിൽ നിന്ന് ലഭിക്കുന്ന മോചനം. അതാണ് രക്ഷ. ആമേൻ. രക്ഷ സഭയ്ക്ക് പോകുന്നവർക്ക് മാത്രമല്ല, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആമേൻ. അത് സ്വീകരിച്ചാൽ രക്ഷ, മറ്റവന് ശിക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 2:4 സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ രക്ഷ കടന്നു വരുന്നത് ഒരേ ഒരു വ്യക്തി. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 ക്രിസ്തു മുഖാന്തരം മാത്രം, മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്നു. പല കുടുംബങ്ങള് പിന്നി പിണച്ചിരിക്കുന്ന മാന്ത്രിക ആയുധം, മന്ത്രവാദിയുടെ ആയുധം നിന്റെ കുടുംബത്തെ വിട്ട് ഛേദിക്കപ്പെട്ട് അയച്ചവന് തന്നെ ഈ മാന്ത്രികം ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. യേശുവിൻ നാമത്തിലേ അപ്പോസ്തല പ്രവൃത്തികൾ
10 അധ്യായത്തിൽ കൊർന്നലിയോസ് എന്നുള്ള പട്ടാള ഉദ്യോഗസ്ഥനെ കുറിച്ച് ചില പ്രത്യേകതകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായം 2 വചനത്തില് കൊർന്നലിയോസ് ദൈവഭക്തനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10 അധ്യായം 2 വചനത്തില് കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന സകലരും ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10 വചനത്തിൽ കൊർന്നലിയോസ് എന്നുള്ള സദാധിപൻ സാധുക്കളെ അധികമായി സഹായിക്കുന്ന ആളായിരുന്നു, ധർമ്മം കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10 വചനത്തിൽ ദൈവ കൃപയിൽ വിഷൻ കാണുന്ന ആളായിരുന്നു. യഹൂദന്മാരുടെ സമയപ്രകാരം 9 മണി നേരത്ത് അഥവാ നിന്റെയും എന്റെയും സമയപ്രകാരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങി നടക്കുന്നത് ദർശനത്തിൽ കൊർന്നലിയോസ് കണ്ട്. He was gifted to see vision. ദർശനം കാണുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഭവനമൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നത്, ധർമ്മം കൊടുക്കുന്ന ആൾ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തലർ 10:22 ഇവൻ നീതിമാൻ. അപ്പോസ്തലർ പ്രവൃത്തി 10:22 സമൂഹത്തിൽ നല്ല സാക്ഷ്യം പ്രാപിച്ച കൊർന്നലിയോസ്, ഈ നല്ല സ്വഭാവങ്ങളും കൊർന്നലിയോസിൽ ഉണ്ടായിരുന്നിട്ടും സ്വർഗം കണ്ടത്, കൊർന്നലിയോസേ നീ രക്ഷിക്കപ്പെട്ടിട്ട് ഇല്ല. ആമേൻ, 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 ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 11 അധ്യായം 14 വചനത്തിൽ ദൂതൻ ഇറങ്ങി കൊർന്നലിയോസോട് സംസാരിക്കുന്നു. നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടുവാനുള്ള വാക്ക് കർത്താവിന്റെ അഭിഷക്ത അപ്പോസ്തലൻ പത്രോസിന്റെ നാക്കിൽ ഉണ്ട്. Therefore, Cornelius, you invite Peter and listen to him. നീ രക്ഷിക്കപ്പെടേണ്ടതിന്, നിന്റെ കുടുംബം രക്ഷിക്കപ്പെടേണ്ടതിന് പത്രോസിനെ വിളിച്ച് അവന്റെ വാക്ക് കേൾക്കുക. ഹല്ലേലൂയ. ദൈവഭയം ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമല്ല. ഭവനത്തിൽ ദൈവഭയം ഉള്ള എല്ലാവരും ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമല്ല. ജനത്തിന് ധർമ്മം കൊടുത്തത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് അർത്ഥമല്ല. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമല്ല. വിഷൻ കാണുന്നത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമല്ല. നീതിമാനായത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമല്ല. സമൂഹത്തിൽ നല്ല പേരുള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമല്ല. പിന്നെ എന്താണ് രക്ഷ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 7 അധ്യായം 10 വചനത്തിൽ ദൈവ ഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു. ആമേൻ. മാനസാന്തരം, റിയൽ റിപ്പന്റൻസ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന, മാനസാന്തരപ്പെടുന്നതാണ് രക്ഷിക്കപ്പെടുന്നത്. കൈകളെ ഉയർത്തുക, കൈകളെ ഉയർത്തുക, കൈകളെ ഉയർത്തുക. കൊരിന്ത് സഭയ്ക്ക് പൗലോസ് എഴുതുന്നു, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം നിന്നിൽ ഉളവാക്കുന്നു. അതിന്റെ അർത്ഥം മാനസാന്തരം നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരമാണ് രക്ഷ. മാനസാന്തരപ്പെട്ടവൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 1 അധ്യായം 15 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശ്വാസം റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 9 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ആമേൻ. Believe in the heart and confess through your tongue. മാനസാന്തരം വിശ്വാസം. മാനസാന്തരം അത് രക്ഷയാണ്. വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് വാക്ക് കൊണ്ട് ഏറ്റുപറയുക.
അത് രക്ഷയാണ്. മൂന്നാമത് വിശ്വാസം. ഒരുത്തന്റെ ഹൃദയത്തിൽ വരുന്നതോ കേൾവിയാൽ. ആമേൻ. എന്ത് കേൾവിയാൽ? റോമർ 10:17 നമ്മ പഠിപ്പിക്കുന്ന വചന കേൾവിയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന കേൾവിയാൽ. മാനസാന്തരം, വിശ്വാസം, മൂന്നാമത് വചനം. വചനത്തിൽ നിലനിൽക്കണം. അതാണ് രക്ഷ. അതാണ് രക്ഷ. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 2 തിമോത്തിയോസ് 3:14 രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മടിയായ തിരുവെഴുത്ത്. ചിലർ പറയും, മറ്റാളുടെ സിനിമ കണ്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. മറ്റാളുടെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എനിക്കറിഞ്ഞിക്കൂടാ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ സിനിമ എന്നല്ല, പാട്ട് എന്നല്ല, നാടകമെന്നല്ല. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തിരുവെഴുത്ത്. ആമേൻ. മാനസാന്തരപ്പെടുന്നതാണ് രക്ഷ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് രക്ഷ. വചനത്തിൽ നിലനിൽക്കുന്നതാണ് രക്ഷ. ആമേൻ. കാത്തിരിക്കുന്നവന് രക്ഷ ലഭിക്കും. ആമേൻ. ഈ വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെന്റെ ഗാനം നാട്ടിലെത്തുമേ. ഗാനം നാട്ടിലെത്തുമേ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെയെപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെയെപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാം നാളും ഞാൻ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, വചനത്തിൽ നിലനിൽക്കുക. രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയാകുന്ന തിരുവെഴുത്ത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ കുടുംബമായി ഇങ്ങനെ ധൃതിയായി പോകുമ്പോൾ ഒരു സഹോദരി ഞങ്ങളെ കണ്ടു. പണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. സിസ്റ്ററുടെ കയ്യിൽ പിടിച്ചിട്ട് 100,000 കാര്യം. ഞങ്ങളെ പോകാൻ വിടത്തില്ല. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം, മച്ചാന് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കൂട്ടം കാര്യം. ഞങ്ങൾക്ക് അർജന്റാ പോകാനുണ്ട്. അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. ഇവൾ പറഞ്ഞുകൊണ്ടേയിരിക്കും വൈകുന്നേരം വരെ. വിട്ടുവരാൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. അടുത്ത ആഴ്ച 8-ാം തീയതി 2-ാം ശനിയാഴ്ച ആരാധന ഉണ്ട്. അവിടെ വന്ന് കാര്യമൊക്കെ പറയുക. വരണേ വരണേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഇങ്ങനെ ഇഷ്ടംപോലെ വ്യക്തികൾ നമ്മ ചുറ്റുമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ മതി, ഒറ്റ ഓട്ടമാണ്. സർക്കസ് ആണോ, സിനിമയാണോ, നാടകമാണോ, മുമ്പിൽ വന്നിരിക്കും. അവൻ രക്ഷപ്പെടത്തില്ല. തിരുവെഴുത്താണ് രക്ഷ. മാനസാന്തരമാണ് രക്ഷ. വിശ്വാസമാണ് രക്ഷ. ഹൃദയത്തിലെ വിശ്വാസം. ചിലർ രക്ഷിക്കപ്പെടാതിരുപ്പാൻ കണ്ടെത്തുന്ന ചില ഒഴിവ് കഴിവുകളുണ്ട്. ചിലർ പറയും, അയ്യോ ബ്രദർ, എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത്,
ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ മൂട, തിരുവെളുത്ത് പറയുന്നത് രക്ഷ എഫേസ്യർ 2:8 പ്രകാരം രക്ഷ പ്രാപിക്കുന്നത് നിങ്ങൾ കാരണമല്ല, ദൈവമാണ് കാരണം. ആമേൻ. You are saved not of yourself, brother. നീ രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം നീ അല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ കൃപയാണ് മകനെ. നീ ഒന്നും ചെയ്യേണ്ട. അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ ഒന്നും ചെയ്യേണ്ട. നിന്റെ ജീവിതം അങ്ങനെ എന്റെ രക്ഷിതാവിന് നീ വിട്ടുകൊടുക്കുമോ? ബൈബിൾ ഈസ് വെരി ക്ലിയർ. ഇറ്റ് ഈസ് നോട്ട് ഓഫ് യുവർസെൽഫ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗ്രേസ്. എഫേസ്യർ 2:8. നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. പലർ പറയും, എന്തിനാ രക്ഷിക്കപ്പെടുന്നത്? ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ലല്ലോ, ആരെയും കൊന്നിട്ടില്ലല്ലോ. നീതിമാൻ എന്നുള്ള ഭാവം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഐശ്യ 64:6 നിങ്ങളുടെ നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. നീ ആരെയും കൊന്നു കാണുകയില്ല, നീ ആരുടെയും മോഷ്ടിച്ച് കാണുകയില്ല, പക്ഷെ നിന്റെ ചിന്ത വിഭജിച്ചിട്ടുണ്ട്. Your thought without your control has committed a strong mistake. നിന്റെ ചിന്ത പാപം ചെയ്തിട്ടുണ്ട്. ആകയാൽ രക്ഷ ആവശ്യമാണ്. ഇത് നിന്നെ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ. നാലാമത് ചിലർ പറയും, പിന്നെ പാപം ചെയ്താലോ? ഇപ്പൊ രക്ഷിക്കപ്പെട്ടു, പിന്നെ പാപം ചെയ്താലോ? നീ ആരെ വിശ്വസിച്ചാണ് രക്ഷിക്കപ്പെടുന്നത്? യൂദാലേഖനം 24 നമ്മെ പഠിപ്പിക്കുന്നു, നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് അവന്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിലാണ് എന്നുള്ള ഓർമ്മ വേണം. നിന്നെ വീഴാതെ വണ്ണുവാൻ നിർത്തുവാൻ ശക്തിയുള്ളവൻ ആശ്രയിച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. പലരും പറയുന്നത് ഇന്ന് പറ്റത്തില്ല, പിന്നെ നോക്കാം. പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ, ദൈവസന്നിധി ഒന്ന് നേരെയാകുവാൻ പറഞ്ഞാൽ പറയുന്നത് ഇപ്പൊ പറ്റത്തില്ല, പിന്നെ നോക്കാം. 2 കൊരിന്ത്യർ 6:2 നമ്മ പഠിപ്പിക്കുന്നത് രക്ഷ നാളേക്കുള്ളതല്ല, ഇന്നാകുന്ന രക്ഷാ ദിവസം. ആകയാൽ മാനസാന്തരപ്പെടുക, ഹൃദയം തുറന്ന് കർത്താവിൽ വിശ്വസിക്കുക, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവന് രക്ഷ ദൈവം ദാനമായി നൽകും. അവസാനം യൂദാലേഖനം 21 ശ്രദ്ധിപ്പീൻ. യൂദാലേഖനം 21. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ആമേൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ഹല്ലേലൂയ നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു. യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവി. എല്ലാവരും ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവന് കരുണ കിട്ടും. ആമേൻ. നീ യേശുവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുമോ, ദൈവം നിനക്ക് കരുണ കാണിക്കും. ദയ, മനസ്സലിവ്, കൃപ,
கருண, தமிழில் அருள், தயவு, இரக்கம், கிருபை. അൺമെറിറ്റഡ് ഫേവർ. അതാണ് കരുണ. അർഹതയില്ലാത്തവന് ദൈവം കാട്ടുന്ന സഹായം, അതാണ് കരുണ. നീ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ സഹോദര സഹോദരി, ദൈവം നിനക്ക് കരുണ കാട്ടും. ഹല്ലേലൂയ. മനുഷ്യൻ കാട്ടുന്ന കരുണ 21 പ്രാവശ്യം ദാവീദിനെ കൊല്ലുവാൻ യത്നിച്ച സൗലിനെ കുകൈക്കകത്ത് കണ്ടപ്പോൾ സൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം ദാവീദ് രാജാ മുറിച്ചെടുത്തിട്ട് സൗലിനോട് കാട്ടും, ഇതാ നിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തിന്റെ കഷ്ണം കണ്ടോ, നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഇത് ദാവീദിന്റെ കരുണ. ഇത് ദാവീദ് സൗലിന് കാട്ടിയ കരുണ. 2 സാമുവേൽ 9 അധ്യായത്തിൽ സൗലിന്റെ കുടുംബത്തോട് ദാവീദ് രാജ കരുണ കാട്ടി ഷേബയെ വിളിച്ച്, ജോനത്താൻ നിമിത്തം സൗലിന്റെ കുടുംബത്തിൽ എന്റെ കരുണ കിട്ടേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഷേബ മറുപടി നൽകി. 2 കാലം ഉടന്തനായ മേബിബോസത്തുണ്ട്. ദാവീദ് രാജ കൽപ്പിച്ച് അവനെ കൊണ്ടുവരിക. ദാവീദ് രാജ ഈ 2 കാലം ഉടന്തനായ മേബിബോസത്തിന് തന്റെ രാജാവിന്റെ ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുത്തി അവന് ആഹാരം കൊടുത്ത്. ഇത് ദാവീദ് സൗലിന്റെ കുടുംബത്തിൽ കാട്ടിയ കരുണ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് കരുണ കാട്ടുന്നു. That mercy shall differ. ആ കരുണ മാറിപ്പോകും. മനുഷ്യൻ മനുഷ്യന് കാട്ടുന്ന കരുണ മാറിപ്പോകും. എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് കാട്ടുന്ന കരുണ ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോകും. ദൈവ പൈതലേ, ദൈവ സന്നിധിയിൽ നീ ദൈവത്തെ മാത്രം അസറ്റായി കണ്ട് കാത്തിരുന്നാൽ അവൻ കാട്ടുന്ന കരുണ മാറിപ്പോവുകയേ ഇല്ല. ഹല്ലേലൂയ. ഐശ്യ 55:3 നമ്മ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ കൃപ நிச்சல கிருபா. தமிழ் வேதாகமம் நமக்கு சொல்லுகிறது, தேவனின் கிருபையோ ஐசி 55:3 சொல்லப்பட்டிருக்கிறது, நிச்சயமான கிருபை. தேவனின் கிருபை நிச்சயமான கிருபை. God's curse, God's grace, God's mercy shall never differ, my sister and my brother. தெய்வம் காட்டுன கிருபா, தயா அது மாறி போகுன்னே இல்ல. நிச்சயமான கிருபா. தெய்வம் காட்டுன கருணா. யாக்கோபு லேഖനം 2:13 நம்ம படிப்பிக்கன்னு, God's mercy trumps over every judgment. தெய்வம் காட்டுன கருணா ന്യായ വിധിയ ജയിച്ചു പ്രശംസി നിൽക്കുന്ന കൃപ, കരുണ, ദയ. മൂന്നാമത് ദൈവം കാട്ടുന്ന ദയ. രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ മരണച്ചങ്കല, സാത്താന്റെ ചങ്കല നിന്നെ കടിച്ച് കീറി തിന്നുന്ന ഉപായം തന്ത്രം മെനഞ്ഞുകൊണ്ട് വരുമ്പോൾ വിലാപം 5:22-23 നമ്മ പഠിപ്പിക്കുന്ന ദൈവം ആ മരണച്ചങ്കലയിൽ നിന്ന് പുതിയ ദയ കൊണ്ട് നമ്മ മൂടി മറച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുണ. ആമേൻ. ആകയാൽ അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. കരുണ കിട്ടും. എങ്ങനെ കരുണ കിട്ടും? സങ്കീർത്തനം 36:7 നമ്മ പഠിപ്പിക്കുന്ന, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. ഹൃദയം തുറന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ കരുണ ലഭിച്ചവൻ ദൈവത്തിന്റെ ചിറകിൻ മറവിൽ സംരക്ഷണം കണ്ട് എട്ടും. മറ്റവൻ നശിക്കും. അവൻ തൊടുന്നതെല്ലാം നാശം. ഒരു കല്യാണം കെട്ടിയാൽ നാശം, ഒരു ജോലിയിൽ പോയാൽ നാശം, ഒരു വീട് വെച്ചാൽ അവിടെ സംഭവിക്കുന്നത് നാശം. കാരണം നീ ദൈവം നൽകിയ കൃപയെ, കരുണയെ ധിക്കരിച്ചവനാണ്. നീ തൊട്ടത് നാശമായി തീരും.
ദൈവത്തിന്റെ ചിറകിൻ മറവിൽ ആശ്രയം പ്രാപിക്കുന്നവൻ, ദൈവത്തിന്റെ കരുണ കണ്ടെത്തിയവൻ, കരുണയ്ക്കായി കാത്തിരുന്നവൻ, അവൻ നശിക്കുകയില്ല, അവൻ ജീവിക്കും, അവൻ ഉയരും. സംഖ്യ പുസ്തകം 14:9 മോശെ മുന്നറിയിപ്പ് നൽകുന്നു. The defense wall so far protectors has left you. നിങ്ങൾ ആശ്രയിച്ച ശരണം പോയിരിക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തെ ധിക്കരിച്ചവരാണ്. എലിജ പ്രവാചകൻ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിന്റെ കരുണ പ്രാപിച്ചാൽ, ശ്രദ്ധിക്കണം, ദേശത്തിൽ മഴയില്ല, ദേശം ദാരിദ്ര്യം, ദേശത്തിൽ പട്ടിണി, ആർക്കും ആഹാരമില്ല. പക്ഷെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കരുണ പ്രാപിച്ച എലിജാവിന് മാത്രം ഒരു മുട്ടുമില്ല. അവന് വേള ആഹാരം, അപ്പം, ഇറച്ചി, കേരിട്ട് തോട്ടിൽ നിന്ന് ഒഴുകുന്ന മുത്തുപോലുള്ള വെള്ളം. കരുണ പ്രാപിച്ചവൻ തൊടുന്നതെല്ലാം പൊന്നാകും. കരുണ പ്രാപിക്കാത്തവൻ തൊടുന്നതെല്ലാം മരണ കയറാകും. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കരുണ പ്രാപിച്ചെടുക്കുക. നിങ്ങൾക്കറിയാമോ, നോഹ എന്നുള്ള ആൾ ഉണ്ടായിരുന്നു. നോഹ അപ്പച്ചൻ ദൈവസന്നിധിയിൽ കരുണ ലഭിച്ച ഉൽപ്പത്തി 6:9 നോഹ ഫൗണ്ട് ഗ്രേസ് വിത്ത് മൈ ഗാഡ്. നോഹ കൃപ ലഭിച്ചാൽ നാശം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, നാശം, വിധി, ന്യായവിധി, എല്ലാവരും നശിച്ച് നോഹ മാത്രം എസ്കേപ്പായി. ഹല്ലേലൂയ. കരുണ പ്രാപിച്ചവൻ എല്ലാവരും നശിച്ചാലും അവൻ മാത്രം എസ്കേപ്പാകും. കാത്തിരിക്കുന്നവന് കരുണ ഉണ്ട്. എഴുന്നേൽക്കാം. നന്ദി, 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 നന്ദി. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഉള്ളു തുറക്കുക, ഉള്ളു തുറക്കുക. എന്റെ ഉള്ളിൽ കർത്താവേ വരണമേ, എന്റെ ഹൃദയത്തിൽ ദൈവമേ വരണമേ, എന്റെ ജീവിതത്തിൽ രക്ഷിതാവേ വരണമേ. നിന്റെ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് പൊട്ടിച്ചു കളയുക. ആമേ. മന്ദിര തന്ത്രം നിന്നെ രക്ഷിക്കുകയില്ല. മാനസാന്തരപ്പെടുക, 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 മാനസാന്തരപ്പെടുക. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ട്, ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ട്. കൈകളെ ഉയർത്തി, കൈകളെ തട്ടുക. വാ തുറക്കുക. യേശുവേ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. യേശുവേ, യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ, എന്റെ ഹൃദയത്തിൽ വരണമേ. നിന്റെ ശരീരത്തിലുള്ള നൂല്, ചരട്, മാന്ത്രിക കരട് ഇപ്പോൾ പൊട്ടിച്ചു കളയുക. ദൈവത്തിലായി തീരുക, ദൈവത്തിലായി തീരുക, യേശുവിലായി തീരുക. അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക. കൈകൾ ഉയരട്ടെ, ഉയർത്തിയ കരങ്ങൾ തട്ടുക. യേശുവേ, ആത്മാവിൽ നിറയുക. ദൈവമേ, സ്വർഗം കനിയണമേ. ഇവൾ അങ്ങയുടെ ആത്മാവാൽ ഇപ്പോൾ നിറയ്ക്കണമേ. തീ തീ തീ. കൈകൾ ഉയർത്തി, കരങ്ങളെ തട്ടി, അഭിഷേകത്തിൽ നിറയുവേൻ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പീൻ. തീ ഒഴുകുന്നേ, അഭിഷേക തീ ഒഴുകുന്നേ. എല്ലാരിലും, എല്ലാരിലും ആത്മാവിൽ നിറയുക. വാ തുറക്കുക, വാ തുറക്കുക. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി. കൃപ, 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 കൃപ. എല്ലാരെയും അനുഗ്രഹിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കണം, ചെറുപ്പക്കാർ അനുഗ്രഹിക്കണം, അമ്മമാർ പിതാക്കന്മാർ അനുഗ്രഹിക്കണം, വ്യാപാരം ചെയ്യുന്നവർ,
ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവർ, ഇലക്ട്രീഷ്യന്മാർ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർ, വിദേശത്തിലായിരിക്കുന്നവർ, വീട് വിട്ട് ദൂരെ പണിക്കായി പഠിത്തത്തിനായി പോയിരിക്കുന്നവർ, ദൈവമേ അങ്ങയുടെ കാരുണ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കൃപ വ്യാപരിക്കുന്നു. ഹീലിംഗ് പവർ. അമ്പിളി, വൈദ്യശാസ്ത്ര പ്രകാരം നീ ജീവിച്ചിരിക്കുകയില്ല മകളെ. സ്വർഗം കനിയുന്നു. അമ്പിളിയെ കൈയടക്കി വച്ചിരിക്കുന്ന മാരകമായ രോഗം കർത്താവിന്റെ നാമ മുഖാന്തരം ഇപ്പോൾ അമ്പിളിയെ കർത്താവ് സൗഖ്യമാക്കുന്നുടോ. ദൈവ മക്കൾക്ക് വിരോധമായി വളർച്ച പ്രാപിക്കാതെ കാർന്നു തിന്നുന്ന സാത്താന്റെ പദ്ധതികൾ യേശുവിൻ നാമത്തില് ഇപ്പോൾ വീട് പോകട്ടെ. കട്ടുകൾ മാറുന്നിടാ, മുളകൾ തെറിക്കുന്നിടാ. കൺകാഴ്ച കുറവുള്ള ദൈവമക്കളെ കർത്താവ് തൊട്ട് കാഴ്ച ലഭിക്കുന്നിടാ. അഭിഷേക അഡ്മിഷൻ ലഭിക്കാതെ അങ്ങുമെങ്ങും ലാക്കായിട്ടിരിക്കുന്ന ഇവിടെ യുവാക്കൾ ദൈവത്തിന്റെ കരുണ ഇപ്പോൾ 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 ഇറങ്ങുന്നിട അഗ്നികൾ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം, രോഗം ദുഃഖം മാറിയിടോ. യേശുനാമത്തിൽ ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്ക. കൈകളെ ഉയർത്തി തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കണ്ടൻ വാരാറാം നാമും പോകാറാം. കണ്ടൻ വാരാറാം. അഭിഷേക അപ്പാ, ഈ കുഞ്ഞുങ്ങളെയും ഇവർക്കുള്ളതിനെയും ഇവരുടെ തലമുറയും ഇവരുടെ കുടുംബത്തെയും ഇവരുടെ പാർപ്പിടത്തെയും ഇവർ ചെയ്യുന്ന തൊഴിലിനെയും ഇവർ പോകുന്ന ആരാധനാലയങ്ങളെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ദൈവം കോട്ടക്കെട്ടി കാത്തുകൊള്ളണമേ. കൂടെ പോകണം. ഇവിടെ സംരക്ഷിക്കുന്ന കരം ഇവരെ നയിക്കുന്നതിനായി നന്ദി. മാനോ മഹത്വം എടുത്തുകൊള്ളണം. കർത്താവ് തൊട്ട് വിടുതലിന് അംശമായി മാറ്റിയതിനായി നന്ദി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും ദൈവാത്മാവിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.